ബേപ്പൂരിലെ കുട്ടികൾക്ക് പോലും PA മുഹമ്മദ് റിയാസിനെ അറിയാം. സ്ഥാനാർത്ഥി പര്യടനം ആരംഭിക്കുമ്പോൾ സ്നേഹം നിറഞ്ഞ സ്വീകരണമാണ് ഓരോ കേന്ദ്രങ്ങളിലും മുഹമ്മദ് റിയാസ് ഏറ്റുവാങ്ങുന്നത്. ഇടതുപക്ഷത്തിന്റെ ഒപ്പം ചേർന്ന് നടക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇടതുപക്ഷത്തിന്റെ നന്മ തിരിച്ചറിയാം. PA മുഹമ്മദ് റിയാസിന്റെ സ്ഥാനാർത്ഥി പര്യടനം ബേപ്പൂർ പണിക്കമഠത്തിൽ നിന്നാണ് ആരംഭിച്ചത്. CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം P. സന്തോഷ് കുമാർ MP പര്യടനം ഉദ്ഘാടനം ചെയ്തു. ശേഷം മാറാട് കൈതവളപ്പിലേക്ക് സ്ഥാനാർത്ഥിയുടെ പര്യടനം നീങ്ങി. മുഹമ്മദ് റിയാസ് എന്ന എല്ലാവർക്കും പരിചിതനായ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ കൊച്ചുകുട്ടികൾ മുതൽ കാത്തുനിന്നു. ആരെ കാണാനാ കാത്തിരിക്കുന്നത്? റിയാസ് ജയിക്കുവോ? പടക്കം പൊട്ടിച്ചും കണിക്കൊന്ന പൂക്കൾ സ്ഥാനാർത്ഥിക്ക് നൽകിയും ഹൃദ്യമായ സ്വീകരണം. കഴിഞ്ഞ വർഷത്തേക്കാളും ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും. കാരണം അത്രയും നല്ല പ്രകടനം ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. തുടർന്ന് കൊച്ചു കൂട്ടുകാരൊരുക്കിയ ബാൻഡിന്റെ അകമ്പടിയോടെ സ്വീകരണ വേദിയിലേക്ക്. വഴിയരികിൽ കൂടി നിന്നവരിൽ നിന്നെല്ലാം മുഹമ്മദ് റിയാസിന് ലഭിച്ചത് സ്നേഹത്തിൽ പൊതിഞ്ഞ ആശീർവാദവും പിന്തുണയും. ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഈ പ്രദേശത്താകെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ നല്ലൊരു റിസൾട്ട് തന്നെ ഉണ്ടാവുന്നതാണ്. ഇവിടെ പുലിമുരുകൻ ഉണ്ടാകുമ്പോൾ അനുവറന്തത് കഴിഞ്ഞ തവണത്തേക്കാൾ വൻ ഭൂരിപക്ഷത്തോടെ തനിക്ക് വിജയിക്കാനാകുമെന്ന് PA മുഹമ്മദ് റിയാസ്. 1778 ദിവസം ഇവിടെ ഇവർക്കൊപ്പം പ്രവർത്തിക്കുകയല്ല, ജീവിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഓരോരുത്തരും സ്വയം മാറി അവരുടെ എല്ലാ ബന്ധങ്ങളും വോട്ടാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ബേപ്പൂരിലെ ആബാലവൃത്തം ജനങ്ങൾക്കും മുഹമ്മദ് റിയാസ് എന്ന ജനപ്രതിനിധി സുപരിചിതനാണ്. ഇനി ആര് വന്നാലും മുഹമ്മദ് റിയാസിന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമെന്നുള്ള കണക്കൂട്ടലിൽ തന്നെയാണ് വോട്ടർമാരും LDF പ്രവർത്തകരും. ക്യാമറമാൻ ശൈലേഷ് കല്ലായ്ക്കൊപ്പം PJ അരുൺ, കൈരളി ന്യൂസ്, കോഴിക്കോട്.